ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം വൈദിക കലാപവും രൂപതകളുടെ പുനഃക്രമീകരണവും 2017 നടക്കേണ്ട രൂപതകളുടെ പുനഃക്രമീകരണം നടന്നത് 2025 ഓഗസ്റ്റിലെ സിനഡിലാണ്. എന്തുകൊണ്ടാണ് ഈ 8 സംവത്സരങ്ങൾ നീണ്ടുപോയത്? എറണാകുളം വൈദിക കലാപം എന്നാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. എറണാകുളം വൈദിക കലാപം എന്ന് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ അറിയപ്പെടുക. അതിൻ്റെ ദൂഷ്യവശങ്ങൾ നാം എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം എന്ന് പറഞ്ഞാൽ സീറോ മലബാർ വിശ്വാസികൾ മാത്രമല്ല, വ്യക്തിങ്കാരും സീറോ മലങ്കരയും ലോകത്തുള്ള ക്രൈസ്തവരും മുഴുവൻ, പ്രത്യേകിച്ച് കത്തോലിക്കരും മുഴുവൻ. എറണാകുളത്തെ ഈ പ്രശ്നം ലോകം മുഴുവനും അറിയപ്പെടുന്നു. നിങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും പോയാലും ഈ പ്രശ്നം അവിടെയൊക്കെ അവർ ചോദിക്കും, എന്താണ് കേരളത്തിലെ പ്രശ്നം, എന്താണ് കേരളത്തിലെ സഭയിലെ പ്രശ്നം, എന്താണ് ഇന്ത്യയിലെ സഭയിലെ പ്രശ്നം. അതെല്ലാം ഇങ്ങനെ ഇൻ്റർനാഷണൽ മീഡിയാസിലടക്കം ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ എറണാകുളം വൈദിക കലാപം നമുക്കുണ്ടാക്കിയ നഷ്ടങ്ങൾ, നമ്മുടെ ഭാവിയെ നഷ്ടപ്പെടുത്തിയത്, അത് വളരെയേറെയാണ് ആ നഷ്ടം. 2017 സെപ്റ്റംബർ മാസത്തിലാണ് സീറോ മലബാർ സഭയ്ക്ക് ഇന്ത്യ മുഴുവനിലും തനത് റീതിയിൽ ശുശ്രൂഷ ചെയ്യാനുള്ള അധികാരം ലഭിച്ചത്. 2 മാസം കഴിഞ്ഞ് 2017 നവംബർ 12 മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലിനെ കൂരിയ മെത്രാനായി അഭിഷേകം ചെയ്ത അവസരത്തിൽ അന്നത്തെ പൗരസ്ത്യ സംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്ന കർദിനാൾ ലെയനാർഡോ സാന്ദ്രി പിതാവിൻ്റെ ഒരു സന്ദേശം വായിക്കുകയുണ്ടായി. സീറോ മലബാർ സഭയുടെ ട്രിബ്യൂണലിൻ്റെ പ്രസിഡന്റായിരുന്ന ഫാദർ ജോസ് ചെറമ്പലാണ് ആ സന്ദേശം വായിച്ചത്. സന്ദേശത്തിലൊരു വാചകം ഇങ്ങനെയായിരുന്നു: വിത്തിൻ ഇന്ത്യ there is a significant reorganization underway as the synod takes on the responsibility for the Syro Malabar faithful. Within India there is a significant reorganization underway as the synod takes on responsibility for the Syro Malabar faithful. ഇന്ത്യയിൽ സീറോ മലബാർ വിശ്വാസികൾക്ക് വളരെ പ്രാധാന്യമേറിയ ഒരു പുനഃക്രമീകരണം ആരംഭിച്ചു കഴിഞ്ഞെന്ന് പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ നമ്മെ അറിയിക്കുന്നു. 2017 നവംബർ 12. എന്നാൽ എന്ത് സംഭവിച്ചു? ഞാൻ ഉള്ളു പിളർന്ന ഓർമ്മകൾ എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്ത ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. 2017 നവംബർ 12 ഇത് അറിയിച്ചു. 2017 ഡിസംബർ ലോകം മുഴുവൻ സമാധാനത്തിന് പെരുന്നാളായ ക്രിസ്മസിന് ഒരുങ്ങവേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വിഭാഗം വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും സഭാതലവനായ ആലഞ്ചേരി പിതാവിനെതിരെ ഭൂമി കുംഭകോണ കേസ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ഭൂമിയോ കുംഭമോ കോണകമോ ഇല്ലാത്ത ഒരു കേസ്. എങ്കിലും അതൊരു വൈദിക കലാപമായി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. ഇടയ്ക്കിടെ ചാറിയും കനത്തും അത് അന്തരീക്ഷത്തിൽ നിലനിർത്താനും അവർക്ക് കഴിഞ്ഞു. സത്യവിശ്വാസികളെയും പൊതുസമൂഹത്തെയും ആശയക്കുഴപ്പത്തിലാക്കുന്നതിൽ അവർ വിജയിച്ചു. സുറിയാനി സഭയിൽ സത്യം അറിയാവുന്ന ചിലരുണ്ടായിരുന്നു. അവരുടെ ചങ്കിലെ ചോര പൊടിഞ്ഞുകൊണ്ടിരുന്നു. നായകനെ നഷ്ടപ്പെടുമല്ലോ, സഭാതലവനെ നഷ്ടപ്പെടുമല്ലോ, നമ്മൾ അനാഥമാകുമല്ലോ എന്നെല്ലാം വിറയാർന്ന സ്വരത്തിൽ സത്യവിശ്വാസികൾ വിലപിച്ചുകൊണ്ടിരുന്നു. ഒരു ജനതയുടെ ആകെ പ്രാണസങ്കടത്തിന്റെ കടലിരമ്പം കേട്ടിട്ടും സഭയുടെ ഇടയന്മാരെന്ന് ഇടയലേഖനത്തിൽ മാത്രം കുറിക്കുന്ന മെത്രാന്മാർ അജഗണത്തെ ചെന്നായ്ക്കൾ കൊന്നു തിന്നോട്ടെ എന്ന ഒരു മാനസിക നിലയിലേക്ക് എത്തിയിരുന്നു. തങ്ങളുടെ സഭാ നേതാവിന് ചുറ്റും കാവലൊരുക്കാനോ അദ്ദേഹത്തിന് നിഷ്കളങ്കത ലോകത്തോട് വിളിച്ചു പറയാനോ ഒരു ഇടയനും മുന്നോട്ട് വന്നില്ല. എൻ്റെ പ്രാണസ്നേഹിതനാണ്, എന്നോടൊപ്പം ഒരേ പാത്രത്തിന് ഭക്ഷണം കഴിച്ചവനാണ് എനിക്കെതിരെ കുതികാലി ഉയർത്തി നെഞ്ചത്ത് ചവിട്ടിയത് എന്ന് കർത്താവ് പറഞ്ഞ വചനം ആലഞ്ചേരി പിതാവും ഹൃദയത്തിൽ തൊട്ട് പറയുന്നുണ്ടായിരിക്കണം. വിമത വൈദികരും മുന്നേറ്റക്കാരും മെത്രാന്മാരടക്കം കുതികാലുയർത്തി സഭയുടെ തലവന്റെ നെഞ്ചത്ത് ചവിട്ടി. ഇങ്ങനെ വിമത വൈദിക കലാപം മൂർച്ഛിച്ചതോടെ രൂപതകളുടെ പുനഃക്രമീകരണം മാറ്റിവെച്ചു. ഇപ്പോൾ 2025 ഓഗസ്റ്റിൽ
8 സംവത്സരങ്ങൾക്ക് ശേഷം അത് നടപ്പിൽ വരുത്തുന്നു. കേരളത്തിന് വെളിയിൽ വിവിധ രീതികളിൽ വിവിധ സ്ഥലങ്ങളിൽ പരസ്പര ബന്ധമോ ഏകോപനമോ ഇല്ലാതെ ചിതറിക്കിടക്കുന്ന സീറോ മലബാർ രൂപതകളെ പുനഃക്രമീകരിച്ച് 4 സഭാ പ്രവിശ്യകളാക്കി മാറ്റിയിരിക്കുന്നു. തീർച്ചയായും ഉത്തരേന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന മതപീഡനങ്ങൾ ഒരു പക്ഷേ ഈ നടപടിയെടുക്കാൻ പെട്ടെന്നെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക കലാപവും അൽമായ മുന്നേറ്റക്കാരുടെ ലഹളയും നിമിത്തം സഭയ്ക്കുണ്ടായ മാനഹാനിയും ധനനഷ്ടവും എത്രയെന്ന് നിർണയിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എറണാകുളത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സത്യവിശ്വാസികളുടെ താല്പര്യങ്ങളെക്കാൾ ഏതാനും വിമതരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഭാ നേതൃത്വം കാണിക്കുന്ന ശുഷ്കാന്തിയുടെ അർത്ഥം എന്താണ്? വാസ്തവം പറഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് ഇതൊരു പ്രഹേളികയാണ്, ഉത്തരം കിട്ടാത്ത ചോദ്യം. അതിനാൽ അവർ പല ഊഹാപോഹങ്ങൾ മെനയാൻ നിർബന്ധിക്കപ്പെടുന്നു. അത്തരം കഥകളും മെത്രാന്മാരുടെ മാനം കെടുത്തുന്നു, സഭയുടെ അന്തസ്സ് കെടുത്തുന്നു, സഭാ നേതൃത്വത്തിലിരിക്കുന്ന മെത്രാന്മാരുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്നു. തീർന്നില്ല. അടുത്ത ഒരു വൈദിക കലാപത്തിനും അൽമായ മുന്നേറ്റ ബഹളത്തിനും തുടക്കം കുറിക്കാനുള്ള കാരണങ്ങൾ ഇപ്പോഴത്തെ സിനഡിൻ്റെ 2025 ഓഗസ്റ്റ് സിനഡിൻ്റെ സർക്കുലറിൽ ഉണ്ട്. വിശേഷിച്ച് 2 പ്രസ്താവനകൾ. ഒന്നാമത്തത്, പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരേണ്ടതാണ്. എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവര് പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഈ സമവായ മാർഗരേഖ അതൊരു സമവായ മാർഗരേഖയൊന്നുമല്ല, എങ്കിലും തത്വത്തിൽ അങ്ങനെ പറയപ്പെടുന്ന സംഗതി അത് പൊളിയും. ഇവർ തമ്മിലൊരു എഗ്രിമെന്റ് എന്താണ്? ഏകീകൃത കുർബാന ഇങ്ങനെ അർപ്പിച്ചു വരും, ഘട്ടം ഘട്ടമായി ചൊല്ലി വരും എന്നൊരു എഗ്രിമെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ എഗ്രിമെന്റ് ഇല്ലെന്നാണ് ഈ കഴിഞ്ഞ ദിവസം മുന്നേറ്റ നേതാവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്. അതായത് ഈ പറഞ്ഞ കാര്യം, പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു എന്ന കാര്യം നിങ്ങൾ പിൻവലിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പള്ളികളിൽ പോലും ഞങ്ങൾ നിർത്തലാക്കും. ഞാൻ 2 ചോദ്യങ്ങൾ ഇന്നലെ ചോദിച്ചിരുന്നു. എല്ലാ പള്ളികളിലും ചൊല്ലാമെന്നല്ല ഇവർ എഗ്രിമെന്റ് ആയിരുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് പകുതി പള്ളികളിൽ പോലും ചൊല്ലുന്നില്ല? ഏകീകൃത കുർബാന ചൊല്ലും എന്നല്ലേ വ്യവസ്ഥയായിരുന്നത്. കൂരിയെ മാറ്റുന്നതിന് വ്യവസ്ഥയായിട്ട് പറഞ്ഞതാണ് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന ചൊല്ലാം. അത് എഗ്രിമെന്റാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞ് എന്തുകൊണ്ടാണ് പകുതി പള്ളികളിൽ ഏകീകൃത കുർബാന ചൊല്ലാത്തത്? ഇനിയിപ്പോൾ അവിടെയും കൂടി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തും ഞങ്ങൾ നിർത്തലാക്കുമെന്ന് മുന്നേറ്റക്കാരൻ പറയുന്നത് എന്തുകൊണ്ട്? അപ്പം അടുത്തൊരു ബഹളത്തിന് കാരണമായി. അത് കാരണമുണ്ടാക്കുകയാണ്. അതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നത്? എന്താണ് ഈ കലാപം അവസാനിക്കാത്തത്? അതിന് ഞാൻ ഏറ്റവും അവസാനം ഉത്തരം പറയാം. രണ്ടാമത് ഈ സർക്കുലറിൽ, ഇപ്പോഴത്തെ സിനഡിൻ്റെ സർക്കുലറിൽ ഒരു കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സീറോ മലബാർ സഭ ഒരു തികഞ്ഞ പൗരത്വ സഭയാണ്. പുരാതനമായ അതിൻ്റെ പൈതൃകങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് സാർവത്രിക സഭയിൽ അതിൻ്റെ ദൗത്യം നിറവേറ്റേണ്ടത്. ഈ ബോധ്യത്തിൽ നാം വളരേണ്ടതുണ്ട്. പൗരത്വ സഭകളുടെ ജൂബിലി വത്സരത്തിൽ ലയോ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: പൗരത്വ സഭകൾക്ക് സാർവത്രിക സഭയ്ക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾ വളരെ വലുതാണ്. നിങ്ങളുടെ ആരാധനക്രമത്തിൽ സജീവമായി നിലനിൽക്കുന്ന ദിവ്യ രഹസ്യാത്മകതയുടെ ഭാവങ്ങൾ വീണ്ടെടുക്കേണ്ടത് ഈ കാലയളവിൻ്റെ ആവശ്യമാണ്. പൗരസ്ത്യ ആരാധനക്രമങ്ങൾ വീണ്ടെടുക്കുകയും നിലനിർത്തുകയും ചെയ്യണം. പ്രായോഗികതയുടെയോ സൗകര്യത്തിൻ്റെയോ പേരിൽ അവയെ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ സഭയുടെ പൗരസ്ത്യ തനിമയും ആരാധനാക്രമത്തിൻ്റെ വൈശിഷ്ട്യവും പഠിക്കാൻ നാം തയ്യാറാകണം. അപ്പോൾ ഐക്യശ്രമങ്ങൾ ഫലവത്താകും. മാർപ്പാപ്പയുടെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് സിനഡ് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സഭയുടെ സ്റ്റാൻഡ്. വാക്കുകളിലുണ്ട്, ഈ പ്രവൃത്തിയിൽ വരുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ വാക്കുകളിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു വാചകം നോക്കുക: പ്രായോഗികതയുടെയോ സൗകര്യത്തിൻ്റെയോ പേരിൽ നഷ്ടപ്പെടുത്തരുത്. അതായത് ലിറ്റർജിക്കൽ വേരിയൻറ്റിന് സ്ഥാനമില്ല എന്ന സൂചനയുണ്ട്.
ഇത് മതി അവർക്ക് മറ്റൊരു സമരത്തിന് ഇറങ്ങാൻ. ഒരു സമരത്തിന് ഇറങ്ങാൻ ഇത് മതി. അതായത് സഭയുടെ തുടക്കം തൊട്ടുള്ള മുകളിൽ തൊട്ട് അടിവരെയുള്ള എല്ലാ സംവിധാനങ്ങളും ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ സമവായം സമ്മതിച്ചത് എന്ന് മുന്നേറ്റ നേതാവ് പറയുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് പിന്നെ ഈ മുകളിൽ തൊട്ടുള്ള എല്ലാ സംവിധാനം ചർച്ച ചെയ്തിട്ട് അംഗീകരിച്ചതാണെങ്കിൽ, സമ്മതിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് പകുതി പള്ളികൾ ചൊല്ലുകയും ബാക്കി പള്ളികൾ ചൊല്ലാതിരിക്കുകയും ചെയ്യുന്നെന്ന് ഞാൻ ചോദിച്ചു. അതിന് ഉത്തരം കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പം ഇതൊക്കെ ഒരു അടവാണ്, തട്ടിപ്പാണ്, ഒരു നിഗൂഢ അജണ്ടയുടെ ഭാഗമാണ്. ഇനി സമരത്തിന് ഇറങ്ങിയാലും ഉടനെ തന്നെ ലിറ്ററിക്കൽ വേരിയന്റ് അനുവദിച്ച് തരരുത് എന്ന ചിന്തയും ഇവർക്കുണ്ട്. സമരത്തിന് ഇറങ്ങിയാലും ഉടനെ തന്നെ ഈ ലിറ്ററിക്കൽ വേരിയന്റ് അനുവദിച്ച് തരരുത്. ഇത് കുറേ വർഷത്തേക്ക് ഇങ്ങനെ പോകണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകണമെന്ന് പറയുന്നത്? ഓരോ സമരവും പണസമ്പാദന മാർഗമാണ്. ഓരോ സമരവും പണസമ്പാദന മാർഗമാണ്. അതുകൊണ്ട് ഈ സമരം, ഈ വൈദിക കലാപവും മുന്നേറ്റ ലഹളയും അവസാനിപ്പിക്കാൻ അവർ തയ്യാറല്ല. ഓരോ സമരവും അവർക്ക് ധനാഗമ മാർഗമാണ്, ധനസമ്പാദന മാർഗമാണ്, പണസമ്പാദന മാർഗമാണ്. ഈ മുന്നേറ്റക്കാരുടെ ബഹളങ്ങൾക്ക് വിധേയപ്പെടുന്ന വിമത വൈദികര് തങ്ങളുടെ സ്വന്തം ഭാവി മാത്രമല്ല, അതിരൂപതയുടെ ഭാവി മാത്രമല്ല, സീറോ മലബാർ സഭയുടെ ഭാവി തന്നെയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന് തടയിടാതെ ഉഴപ്പുന്ന മെത്രാന്മാര് അവരാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിന് മുമ്പിൽ, ദൈവജനത്തിന് മുമ്പിൽ ഉത്തരവാദികൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.